മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, സാമൂഹികമായ ഒരു തകർച്ച, ഒരു ഇടർച്ച. സമൂഹം തെറ്റിലേക്ക് മറിയുന്നു, പരസ്പരം കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. എല്ലാവരും സ്വയംവിമർശനം നടത്തേണ്ടതാണ്. അത് പഠിക്കണമല്ലാതെ പറ്റില്ല. കഴിഞ്ഞ 10-25 വർഷമായി നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം. എല്ലാത്തിനും മുമ്പിലല്ലേ നമ്മൾ, അങ്ങനെ നമ്മൾ അവകാശപ്പെടുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകൻ പെങ്ങളെ കൊല്ലുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? 10-25 വർഷമായി. ഓരോ വർഷവും ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയല്ലേ? നമ്മളതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഇന്നുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ശ്രേണിയിൽ ഈ രോഗം സംഭവം, മനോരോഗം സംഭവം, മനോരോഗമാണ്. അസൂയ, മറ്റൊരാളെ പറ്റിയുള്ള ബഹുമാനമില്ല, അസൂയയാണ്. ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ചവിട്ടിയരയ്ക്കുക, അല്ലെങ്കിൽ അവരെ അവരുടെ തലയെ കൂടെ കുതിച്ചു ചാടുക. എങ്ങനായാലും മറ്റുള്ളയാളെ പരാജയപ്പെടുത്തണം. മനുഷ്യത്വം എവിടെ? എവിടെ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാങ്കുരങ്ങളെ എന്ന് വയലാമൂർമ്മ ഒരു കവിതയിൽ പുതിയ തലമുറയെ പറ്റി പറഞ്ഞു. ഞാനതൊരിക്കൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു. മനോരോഗം സംഭവം, മനോരോഗമാണ്. അസൂയ, മറ്റൊരാളെ പറ്റിയുള്ള ബഹുമാനമില്ല, അസൂയയാണ്. ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ചവിട്ടിയരയ്ക്കുക, അല്ലെങ്കിൽ അവരെ അവരുടെ തലയെ കൂടെ കുതിച്ചു ചാടുക. എങ്ങനായാലും മറ്റുള്ളയാളെ പരാജയപ്പെടുത്തണം. വിജയം വന്ന കേരള രാഷ്ട്രീയമാണ്, ഭാരത രാഷ്ട്രീയമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തകരാറായിട്ട് കാണരുത്. ഇന്ത്യൻ രാഷ്ട്രീയം നിരാശാജനകമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ LDF, UDF രണ്ടും ജനാധിപത്യ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ട് സന്തോഷപ്രദമാണെങ്കിലും നമ്മളും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, സാമൂഹികമായ ഒരു തകർച്ച, ഒരു ഇടർച്ച. സമൂഹം തെറ്റിലേക്ക് മറിയുന്നു, പരസ്പരം കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ വളരെ കുറവല്ലേ? ഇപ്പൊ ഇല്ലല്ലോ കാര്യമായിട്ടൊന്നും. ഇതേപ്പറ്റി എല്ലാവരും കൊല്ലുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? 10-25 വർഷമായി. ഓരോ വർഷവും ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയല്ലേ? നമ്മളതേപ്പറ്റി ചിന്തിക്കണം.